ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 300 ക്വസ്റ്റ്യൻസ് നമ്മുടെ PSC ബുള്ളറ്റിനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 180 ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് കാണുക, കേൾക്കുക, പഠിക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, എന്നിട്ട് 151 ക്വസ്റ്റ്യൻ. പത്താൻകർക്കിടയിൽ ഖുദായ് ഖിദ്മത്ഗർ എന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ചത് ആര്? പത്താൻകർക്കിടയിൽ ഖുദായ് ഖിദ്മത്ഗർ എന്ന സന്നദ്ധ സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ്? ഭഗത് സിംഗിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് കേസിലാണ്? ലാഹോർ ഗൂഢാലോചന കേസ്. ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ്? ഇന്ത്യയിൽ ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ ആദ്യമായി നിയമിക്കപ്പെട്ടത് ഏത് നിയമപ്രകാരമാണ്? 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിയമപ്രകാരം. ഏത് സംഭവത്തെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത്? ഒരു ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതാണ്. മിത്രമേളയുടെ സംഘാടകൻ സവർക്കർ. മിത്രമേളയുടെ സംഘാടകൻ സവർക്കർ. ഗാന്ധിജി ദണ്ഡിയാത്ര ആരംഭിച്ച തീയതിയാണ് 1930 മാർച്ച് 12. 1930 മാർച്ച് 12. ഇന്ത്യൻ എക്കണോമിക്സിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ തടവിലായിരിക്കുമ്പോഴാണ്? ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലായിരിക്കുമ്പോഴാണ് കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. 1919 ഏപ്രിൽ 13 പ്രാധാന്യം ചോദിച്ചാൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അടുത്ത ക്വസ്റ്റ്യൻ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയെ അറിയപ്പെടാൻ തുടങ്ങിയത്? 1858 ഓഗസ്റ്റ് 2. അപ്പൊ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥൻ വൈസ്രോയെ അറിയപ്പെടാൻ തുടങ്ങിയ വർഷം 1858 ഓഗസ്റ്റ് 2. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയതാണ് KB മേനോൻ. സത്യശോധക് സമാജം സ്ഥാപിച്ചതാര്? ജ്യോതിബ ഫുലെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിക്കുന്നതിന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചതാണ് C ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിക്കുന്നതിന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത് C ശങ്കരൻ നായർ. ബംഗാൾ വിഭജനം നിലവിൽ വന്നതെന്ന്? 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. എന്തിന്റെ ഭാഗമായിട്ടാണ് ജാമിയ മിലിയ ഇസ്ലാമിയ ആരംഭിച്ചത്? ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഏത് രാജ്യത്തു നിന്നാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ ആശയം കടം കൊണ്ടത്? അയർലൻഡ്. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റിന്റെ തലപ്പത്ത് പ്രവർത്തിച്ചത് ആരാണ്? ലക്ഷ്മി സെഹ്ഗൾ. ലക്ഷ്മി സെഹ്ഗൾ ആണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ റെജിമെന്റിന്റെ തലപ്പത്ത് പ്രവർത്തിച്ചത്. സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വം നൽകിയ കോൺഗ്രസിന് മുൻപുണ്ടായിരുന്ന സംഘടന? സുരേന്ദ്രനാഥ് ബാനർജി നേതൃത്വം നൽകിയ കോൺഗ്രസിന് മുമ്പുണ്ടായിരുന്ന സംഘടനയായിരുന്നു ഇന്ത്യൻ അസോസിയേഷൻ. ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടതാണ് G സുബ്രഹ്മണ്യ അയ്യർ. ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടതാണ് G സുബ്രഹ്മണ്യ അയ്യർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട തീയതി? 1906 ഡിസംബർ 30. 1906 ഡിസംബർ 30 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ അധ്യാപകനായും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമിയായും കരുതപ്പെട്ട നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ സർ പദവി ഉപേക്ഷിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടാണ് മഹാകവി രവീന്ദ്രനാഥ് ടാഗോർ സർ എന്ന പദവി ഉപേക്ഷിച്ചത്. ഇന്ത്യൻ മിററിന്റെ പത്രാധിപരായിരുന്നു മൻമോഹൻ സിംഗ്. ഇന്ത്യൻ മിററിന്റെ പത്രാധിപർ മൻമോഹൻ ഘോഷ്. ഇന്ത്യൻ മിററിന്റെ പത്രാധിപരായിരുന്നു മൻമോഹൻ ഘോഷ്. 1914 സേവാ സമിതി സ്ഥാപിച്ചതാണ് HN ഖുസ്രു. 1914 സേവാ സമിതി HN ഖുസ്രു. അപ്പൊ ഇന്ത്യൻ മിററിന്റെ പത്രാധിപർ മൻമോഹൻ ഘോഷ്. ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപം കൊണ്ട വർഷം ചോദിച്ചാൽ 1936. ഓൾ ഇന്ത്യ കിസാൻ സഭ 1936. ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമമാണ് പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നത്? ബ്രിട്ടീഷ് സർക്കാരിന്റെ
ഏത് നിയമമാണ് പ്രവിശ്യകളിൽ സ്വയം ഭരണം കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം ചോദിച്ചാൽ 72. ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണമാണ് 72. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയ തീയതി 1931 മാർച്ച് 23. 1931 മാർച്ച് 23. ആരുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാനാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടിയത്? സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു അബ്ദുൽ കലാം ആസാദ്. ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ. ഗദ്ദർ പാർട്ടിയുടെ ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസ്. 1907 സമ്മേളനത്തിൽ മിതവാദികളും തീവ്രവാദികളും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസം ഏത് കാര്യത്തിലായിരുന്നു? സ്വരാജ് എന്ന കാര്യത്തിലായിരുന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത്, മിതവാദികളും തീവ്രദേശീയവാദികളും തമ്മിൽ. ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകൾ നടത്തിയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്നു ദാദാഭായ് നവറോജി. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ സംയുക്ത സമ്മേളനം നടന്ന സ്ഥലമാണ് ലക്നൗ. 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ സംയുക്ത സമ്മേളനം നടന്ന സ്ഥലം ലക്നൗ. 1857 കലാപശേഷം നേപ്പാളിലേക്ക് കടന്നതാണ് നാനാ സാഹേബ്. 1857 കലാപത്തിന് ശേഷം നേപ്പാളിലേക്ക് കടന്നതാണ് നാനാ സാഹേബ്. 1940 മാർച്ച് 13 ഉത്തം സിംഗ് ആരെയാണ് വധിച്ചത്? മൈക്കൽ ഒ ഡയർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങളാണ് പഞ്ചാബ്, ബോംബെ. പഞ്ചാബും ബോംബെയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിച്ചിട്ടില്ലായിരുന്നു. ഇന്ത്യ വിടാനുള്ള ചരിത്രപരമായ പ്രഖ്യാപനം ക്ലമന്റ് ആറ്റ്ലി നടത്തിയത് 1947 ഫെബ്രുവരി 20. ഇന്ത്യ വിടാനുള്ള ചരിത്രപരമായ പ്രഖ്യാപനം ക്ലമന്റ് ആറ്റ്ലി നടത്തിയതെന്ന് ചോദിച്ചാൽ 1947 ഫെബ്രുവരി 20. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചതാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ. സുഭാഷ് ചന്ദ്രബോസ് രൂപവൽക്കരിച്ച രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഫോർവേഡ് ബ്ലോക്ക്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി ലക്നൗ ആണ്. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ വേദി ലക്നൗ. ഏത് വർഷമാണ് ബാലഗംഗാധര തിലകനെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് ബർമയിലേക്ക് നാടുകടത്തിയത്? 1908. 1908 ബാലഗംഗാധര തിലകനെ രാജ്യദ്രോഹം ആരോപിച്ച് ബർമയിലേക്ക് നാടുകടത്തി. ഏത് വർഷമാണ് റൗലറ്റ് ബില്ല് അവതരിപ്പിച്ചത്? റൗലറ്റ് ബില്ല് 1919. സംവാദ് കൗമുദി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്. അസ്പൃശ്യതയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ജാതി വിരുദ്ധ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്. ഇതിൽ ചോദിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ നേരിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു സെന്റൻസ് പോലെ തന്നെ പഠിച്ചു വെക്കുമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് കറക്റ്റായിട്ട് ചോദ്യവും ഉത്തരവും അറിഞ്ഞാൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റൂ. അസ്പൃശ്യതയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ജാതിവിരുദ്ധ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അതുപോലെ കാണുന്നവരെല്ലാം ഓരോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ബുദ്ധമതം സ്വീകരിച്ച നേതാവായിരുന്നു ഡോക്ടർ അംബേദ്കർ. സൈമൺ കമ്മീഷനെ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാനുള്ള കാരണം ഇന്ത്യക്കാരായ ആരും തന്നെ അതിലെ അംഗങ്ങളായിട്ട് ഇല്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അബ്ദുൽ കലാം ആസാദ്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വധശിക്ഷയ്ക്ക് വിധേയനായ വ്യക്തിയായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജി രാഷ്ട്രീയ പിതാവെന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തതായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കിയതായിരുന്നു റോബർട്ട് ക്ലൈവ്. മാസ്റ്റർദ എന്ന പേരിൽ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വിപ്ലവകാരിയായിരുന്നു സൂര്യസെൻ. മാസ്റ്റർദ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വിപ്ലവകാരിയായിരുന്നു സൂര്യസെൻ. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിലാണ് ആദ്യമായിട്ട് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് 1911 ഡിസംബർ 12. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് 1911 ഡിസംബർ 12. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആയിരുന്നു ഹർഡിഞ്ച് പ്രഭു രണ്ടാമൻ. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആയിരുന്നു ഹർഡിഞ്ച് പ്രഭു രണ്ടാമൻ. കൽക്കത്ത, ബോംബെ, മദ്രാസ് സർവകലാശാലകൾ സ്ഥാപിതമായ വർഷം 1857. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിതാവായിരുന്നു എ.ഒ. ഹ്യൂം.
ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂളിന്റെ സ്ഥാപകനായിരുന്നു ലാല ഹൻസ്രാജ്. ബംഗാളി പത്രമായ ഉദ്ബോധന ആരംഭിച്ചത്. ഉദ്ബോധന എന്ന പത്രം ആരംഭിച്ചതായിരുന്നു വിവേകാനന്ദൻ. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണ പരിഷ്കാരമായിരുന്നു മിന്റോ മോർലി നിയമം. മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഭരണ പരിഷ്കരണമായിരുന്നു മിന്റോ മോർലി നിയമം. അടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചതാണ് ദാദാബായ് നവറോജി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ക്ലമന്റ് ആറ്റ്ലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ക്ലമന്റ് ആറ്റ്ലി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു ജനറൽ ഡയർ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. രാഷ്ട്രീയ മഹിളാ സംഘം സ്ഥാപിച്ചത് ലതിക ഘോഷ്. രാഷ്ട്രീയ മഹിളാ സംഘം സ്ഥാപിച്ചത് ലതിക ഘോഷ്. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഏത് ഭാഷയിലാണ് രചിച്ചത്? ഗുജറാത്തി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടേതാണ് ഈ വാക്കുകൾ? ബാലഗംഗാധര തിലകന്റെ വാക്കുകളാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് കോൺഗ്രസിൽ വെച്ചാണ്? ലാഹോർ കോൺഗ്രസിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കിയത്. കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു ആനി ബെസന്റ്. കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ്. നൈറ്റിൻഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു സരോജിനി നായിഡു. നൈറ്റിൻഗേൾ ഓഫ് ഇന്ത്യ എന്ന നൈറ്റിൻഗേൾ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സരോജിനി നായിഡു. മുഗൾ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ ജാട്ടുകളുടെ ഒരു രാഷ്ട്രീയ ശക്തിയായി തന്നെ വളർത്തിയെടുത്തതായിരുന്നു സൂരജ്മൽ. പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ. പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷൻ. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് 1942. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മലയാളിയായ ആദ്യ പ്രസിഡന്റ് സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ INCയുടെ മലയാളിയായ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു സി ശങ്കരൻ നായർ. ഫെറൈസി പ്രസ്ഥാനം 1838 നയിച്ചത് ഹാജി ശരിയത്തുള്ള. 1922 ഫെബ്രുവരി 5 സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമായിരുന്നു ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമണം. 1922 ഫെബ്രുവരി 5. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമായിരുന്നു ലാഹോർ സമ്മേളനം. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് ബ്രിട്ടീഷർ വിശേഷിപ്പിച്ച നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് ബ്രിട്ടീഷർ വിശേഷിപ്പിച്ച നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായതാണ് ബോംബെ. വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ഗാന്ധിജി. നീൽ ദർപ്പൺ രചിച്ചത് ദീനബന്ധു മിത്ര. ഏത് നിയമപ്രകാരമാണ് ബ്രിട്ടീഷ് ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുത്തത്? 1958 നിയമം. ഇന്ത്യയിൽ എന്നാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത്? 1927 നവംബറിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു JB കൃപലാനി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് 1942 ഓഗസ്റ്റ് 8. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അരവിന്ദ ഘോഷ്. ജനഗണമനയ്ക്ക് സംഗീതം പകർന്നാണ് രാംസിംഗ് ടാക്കൂർ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാണ് K. കേളപ്പൻ. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജൂട്ടനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികന്റെ പേരാണ് മംഗൾ പാണ്ഡെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഇന്ത്യൻ വംശജയില്ലാത്ത ആദ്യ വനിതയായിരുന്നു ആനി ബെസന്റ്. ഗാന്ധിജിയുടെ ആത്മകഥയെ പരാമർശിച്ചിരിക്കുന്ന ഏക മലയാളിയായിരുന്നു ബാരിസ്റ്റർ GP പിള്ള. ഗാന്ധിജി വെറുമൊരു മനുഷ്യനല്ല, ഒരു പ്രതിഭാസമാണ്. നന്മ എത്രയേറെ ഉണ്ടാവുന്നത് അപകടമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ഈ അഭിപ്രായം പറഞ്ഞത് ബെർണാഡ് ഷാ ആയിരുന്നു. ജോർജ് ബെർണാഡ് ഷാ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ മുദ്രാവാക്യം? സുഭാഷ് ചന്ദ്രബോസ്. ഹരിജനോദ്ധാരണ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധിക്ക് സ്വർണ്ണാഭരണങ്ങൾ അയച്ചു നൽകിയ വനിത ആയിരുന്നു കൗമുദി ടീച്ചർ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത് എന്നാണ്?
ഏത് ജയിലിലാണ്? ലാഹോർ ജയിലാണ് ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയത്. സ്വാതന്ത്ര്യ സമര കാലത്ത് ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് ശ്യാംജി കൃഷ്ണവർമ്മ. സ്വാതന്ത്ര്യ സമര കാലത്ത് ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മ. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രക്ഷോഭമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രക്ഷോഭമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായൊരു വാക്കായി മാറി. ശക്തിയുടെ വാക്ക്. ആരുടെ വാക്കുകളാണിത്? ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കായിരുന്നു. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായൊരു വാക്കായി മാറി. ശക്തിയുടെ വാക്ക്. ആരുടെ വാക്ക്? ജവഹർലാൽ നെഹ്റുവിന്റെ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത്. 1857 വിപ്ലവം സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞത് വി.ഡി. സവർക്കർ. പാസീവ് റെസിസ്റ്റൻസ് എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അരവിന്ദ ഘോഷ്. പാസീവ് റെസിസ്റ്റൻസ് എന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അരവിന്ദ ഘോഷ്. പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം.ജി. റാനഡെ. പശ്ചിമേന്ത്യയിലെ നവോത്ഥാനത്തിന്റെ പിതാവ് എം.ജി. റാനഡെ. കൽക്കട്ടയിലെ ഇരിട്ടറ ദുരന്തം നടന്ന വർഷം 1756. കൽക്കട്ടയിലെ ഇരിട്ടറ ദുരന്തം നടന്ന വർഷം 1756. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗുജറാത്തിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് മഹാദേവ് ദേശായി. മഹാദേവ് ദേശായി. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അത് ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയിരുന്നത്. അതിന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് മഹാദേവ് ദേശായി. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഇത് ആരുടെ വാക്കുകളാണ്? ഗാന്ധിജിയുടെ വാക്കുകളാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ മൈസൂർ ഉടമ്പടി ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1784. 1784 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ മൈസൂർ ഉടമ്പടി ഒപ്പുവെച്ചത്. ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് കൺവർ സിംഗ്. ബീഹാറിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് കൺവർ സിംഗ്. 1918 ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ട്രേഡ് യൂണിയൻ സ്ഥാപിച്ചതാണ് ബി.പി. വാഡിയ. ബി.പി. വാഡിയയാണ് ആധുനിക ട്രേഡ് യൂണിയൻ ഇന്ത്യയിൽ 1918 സ്ഥാപിച്ചത്. ചരിത്രപരമായ 1916 ലക്നൗ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാണ് അംബികാചരൺ മജുംദാർ. ചിറ്റഗോംഗ് ആയുധശാല ആക്രമണം ആസൂത്രണം ചെയ്തതായിരുന്നു സൂര്യസെൻ. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു. ജവഹർലാൽ നെഹ്റു ആരെ കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഝാൻസി റാണി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിസ്ഥാനമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചതാണ് വിഷ്ണുഭട്ട് ഗോഡ്സെ. അതായത് മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം അത് എന്തിനെ ബേസ് ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ അടിസ്ഥാനമാക്കിയായിരുന്നു. അത് രചിച്ചതാണ് വിഷ്ണുഭട്ട് ഗോഡ്സെ. അതൊരു മറാത്ത ഗ്രന്ഥമാണ്. ആരെ ഉദ്ദേശിച്ചാണ് ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞത്? ജവഹർലാൽ നെഹ്റുവിനെ ഉദ്ദേശിച്ചാണ് ഞാൻ പോയാൽ അദ്ദേഹം എന്റെ ഭാഷ സംസാരിക്കുമെന്ന് പറഞ്ഞത്. മുസ്ലിം ലീഗിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് കറാച്ചിയിലാണ്. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമായിരുന്നു ബ്രഹ്മസമാജം. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ബ്രഹ്മസമാജം. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു കാനിങ് പ്രഭു. ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി കാനിങ് പ്രഭു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ ഏത് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്? കുമരപ്പ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഭൂപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞനായിരുന്നു B.N. റാവു. അടുത്ത ക്വസ്റ്റ്യൻ. ഏത് സമ്മേളനത്തിലാണ് ജോർജ് യൂൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായത്? മദ്രാസ്. ഏത് നഗരത്തിലാണ് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത്? ശ്രീരംഗപട്ടണത്തിലാണ്. ശ്രീരംഗപട്ടണം എന്ന നഗരത്തിലാണ് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത്. ഗാന്ധിജിയെ ഒറ്റയാൾ പട്ടാളം എന്ന് വിളിച്ചതായിരുന്നു മൗണ്ട് ബാറ്റൺ. ഇന്ത്യയിലെ ഫ്രഞ്ച് ഭരണത്തിന്റെ ആസ്ഥാനമായ സ്ഥലമായിരുന്നു പുതുച്ചേരി. ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു റാംസെ മാക്ഡൊണാൾഡ്. ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസെ മാക്ഡൊണാൾഡ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷ്. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ ജീവശ്വാസം എന്ന് പറഞ്ഞത് അരവിന്ദ ഘോഷ്. ഏത് വർഷമാണ് ബോംബെയിൽ റോയൽ ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്? ഏത് വർഷമാണ് ബോംബെയിൽ റോയൽ ഇന്ത്യൻ നേവി ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്? 1946. 1928 സർദാർ പട്ടേൽ എവിടെയാണ് കർഷക പ്രസ്ഥാനം നയിച്ചത്? ബർദോളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷം വഹിച്ചത്? ബെൽഗാം സമ്മേളനത്തിൽ.
ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ബംഗാൾ വിഭജനത്തിനെതിരെ മുഴങ്ങിയ ഈ വാക്യം ആര് പറഞ്ഞതായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞതാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല എന്ന ബ്രിട്ടീഷ് വിഭജനത്തിനെതിരെ മുഴങ്ങിയ രവീന്ദ്രനാഥ് പറഞ്ഞ വാക്കുകളായിരുന്നു. സൈമൺ കമ്മീഷനെതിരെ സമരത്തിൽ പോലീസ് മർദ്ദനത്താൽ മരണം കൈവരിച്ച നേതാവായിരുന്നു ലാല ലജ്പത് റായ്. ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രതിപുരുഷൻ എന്ന് ജിന്നയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. അഭിനവ് ഭാരത സൊസൈറ്റിയുടെ സ്ഥാപകനായിരുന്നു VD സവർക്കർ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. ഏതിന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ഏത് ജനകീയ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടാണ് ബ്രിട്ടീഷുകാർ ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന നടപടിയിലൂടെ നേതാക്കളെ തുറുങ്കിലടച്ച ഓപ്പറേഷൻ എന്തായിരുന്നു? ജനകീയ മുന്നേറ്റമായിരുന്നു ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. അത് ഏത് സമരവുമായി ബന്ധപ്പെട്ടെന്ന് വെച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ PSC ബുള്ളറ്റിനിൽ തുടർന്ന് വന്ന 300 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വന്ന 300 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്തിട്ട്. ഇതിന്റെ ബാക്കിയുണ്ട്. അത് തുടർന്നുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.